Dear students, in the last class, we have studied about the chemistry of photosynthesis. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി. Now we can fill up the table 1.1 in your textbook in page number 11. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പട്ടിക 1.1 പൂരിപ്പിക്കാം. പേജ് നമ്പർ 11. The location of light phase is grana and dark phase is stroma. പ്രകാശഘട്ടത്തിൻ്റെ സ്ഥാനം ഗ്രാനയിലും ഇരുണ്ട ഘട്ടം നടക്കുന്ന സ്ഥാനം സ്ട്രോമയിലുമാണ്. നെക്സ്റ്റ് ഈസ് ആക്ഷൻ. ഇൻ ലൈറ്റ് ഫേസ്, light energy is converted to chemical energy and stored in ATP. Water splits into hydrogen and oxygen. Action in dark phase, energy in ATP is used to combine hydrogen and carbon dioxide to produce glucose. രണ്ടാമത്തെ സൂചകമാണ് പ്രവർത്തനം. പ്രകാശഘട്ടത്തിൽ പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. Products in light phase, oxygen, hydrogen, energy molecules called ATP. Products of dark phase, glucose. പ്രകാശഘട്ടത്തിലെ ഉൽപ്പന്നങ്ങൾ ഓക്സിജൻ, ഹൈഡ്രജൻ, ഊർജ തന്മാത്രകളായ ATP തന്മാത്രകൾ. ഇരുണ്ട ഘട്ടത്തിലെ ഉൽപ്പന്നങ്ങൾ glucose. The indicator necessity of light. During light phase, light is necessary. In dark phase, light is not necessary. പ്രകാശഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ ആവശ്യകത എന്ന സൂചകത്തിൽ എഴുതേണ്ടത് പ്രകാശം ആവശ്യമാണ്. ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ആവശ്യമല്ല. The next indicator is ATP. In light phase, ATP is formed, and in dark phase, ATP is utilized. പ്രകാശഘട്ടത്തിൽ ATP രൂപപ്പെടുന്നു, ഇരുണ്ട ഘട്ടത്തിൽ ATP ഉപയോഗിക്കപ്പെടുന്നു. Now you have understood the chemical reactions in the process of photosynthesis. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ രാസപ്രവർത്തനങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. Based on this, we have to complete the illustration 1.4 given below. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം 1.4 പൂർത്തിയാക്കുക. 6CO2 plus 6H2O gives C6H12O6 plus 6O2. This reaction takes place in the presence of sunlight and chlorophyll. ഈ പ്രവർത്തനം നടക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ആണ്. C6H12O6 is glucose. C6H12O6 എന്നത് ഗ്ലൂക്കോസ് ആണ്. This complex process involved in photosynthesis
was unfolded after long years of study and experimentation by many scientists. സങ്കീർണമായ ഈ രാസപ്രക്രിയയുടെ ചുരുളഴിഞ്ഞത് നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ നീണ്ടകാലത്തെ അന്വേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായാണ്. Next we can study what happens after photosynthesis. അടുത്തതായി പ്രകാശ സംശ്ലേഷണത്തിനു ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. What happens to the glucose formed as a result of photosynthesis? പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് ഈസ് easily soluble in water, so it cannot be stored in plant body. ഗ്ലൂക്കോസ് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിച്ചു വയ്ക്കാൻ ആകില്ല. Therefore, plants store glucose in the form of insoluble starch in leaves. അതിനാൽ സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അലേയമായ, അതായത് ലയിക്കാത്ത അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. So why glucose is converted to starch? Glucose is converted to starch because glucose is easily soluble in water and it cannot be stored in plant body. എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് അന്നജമാക്കി സസ്യശരീരങ്ങളിൽ സൂക്ഷിക്കുന്നത്? ഗ്ലൂക്കോസ് ജലത്തിൽ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിച്ചു വയ്ക്കാൻ ആകില്ല. അതിനാൽ സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അലേയമായ, ജലത്തിൽ ലയിക്കാത്ത അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. What is the use of starch? Plants utilize starch as a source of energy for life activities and also to prepare substances required for growth. എന്തിനാണ് സസ്യങ്ങൾ അന്നജം ഉപയോഗപ്പെടുത്തുന്നത്? ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജത്തിൻ്റെ സ്രോതസ്സായും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. Now we can discuss the doubt asked by Beena. If glucose is what all plants prepare, then how could we get starch, protein and fat from vegetable food items? ഇനി നമുക്ക് ബീനയുടെ സംശയം ചർച്ച ചെയ്യാം. എല്ലാ സസ്യങ്ങളും ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് സസ്യ ആഹാരത്തിൽ നിന്ന് അന്നജവും പ്രോട്ടീനും കൊഴുപ്പുമൊക്കെ ലഭിക്കുന്നത്? Glucose formed as a result of photosynthesis is first converted to starch and then it is converted to sucrose, and this sucrose through phloem transported to various plant parts and stored there in different forms. It is stored in tubers as starch. It is stored in legumes as protein. It is stored in oil seeds in the form of fat. Stored as fructose in fruits and stored as sucrose in sugar cane.
പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ആദ്യം അന്നജമായി മാറുന്നു. അന്നജം പിന്നീട് സൂക്രോസായി മാറി ഫ്ലോയം കുഴലുകളിലൂടെ സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെത്തി വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജ രൂപത്തിലും പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ രൂപത്തിലും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിൻ്റെ രൂപത്തിലും പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായും കരിമ്പിൽ സൂക്രോസായും സംഭരിക്കപ്പെടുന്നു. Now, have you understood how various types of nutrients required for animals are obtained from plants? ജന്തുക്കൾക്ക് ആവശ്യമായ വിവിധ പോഷകങ്ങൾ സസ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. Now we can find out the answers of indicators. First indicator, need of converting glucose to starch. Glucose is easily soluble in water, so it cannot be stored in plant body. Therefore, plants store glucose in the form of insoluble starch in leaves. Second indicator, method by which plants utilize starch. Plants utilize starch as a source of energy for life activities and to prepare substances required for growth. Third indicator, storage of food in different parts of the plant. Plants store starch in tubers, in the form of protein in legumes, as fat in oil seeds, as fructose in fruits, and as sucrose in sugarcane. Sucrose undergo metabolic activities and they are stored in different forms in various plant parts. Sucrose ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി വിവിധ രൂപങ്ങളിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നു.